ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ TV പ്രോഗ്രാമിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ചിറകിൻ്റെ മറവിൽ ദൈവം നമ്മെ കാത്ത് പരിപാലിച്ചു, ദൈവം നമ്മെ നടത്തി. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. എത്ര തകർച്ചകൾ നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ചാലും ദൈവം നമ്മോട് കൂടെ വിശ്വസ്തനായുള്ളത് കൊണ്ട് ജയത്തി ദൈവം നമ്മെ പരിപാലിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഒരുമിച്ച് TV പ്രോഗ്രാം ശ്രദ്ധിക്കാം. ദൈവം വിശ്വസ്തൻ. 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനോ ബന്ധനമില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ വചനത്തിനോ ബന്ധനം ഇല്ല. നിങ്ങൾ ഇന്ന് രാവിലെ യോഗത്തിൽ കയറിയപ്പോൾ എന്ത് ബന്ധനം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ അകത്ത് വചനം ഉണ്ടെങ്കിൽ വചനത്തിന് ബന്ധനമില്ല. നല്ലൊരു ആമേൻ പറഞ്ഞോ. നിങ്ങളെ മന്ത്രവാദി ബന്ധിച്ചാലും നിങ്ങളെ ആഭിചാരകൻ ബന്ധിച്ചാലും ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ഒരു 2 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞ് വചനത്തിന് ബന്ധനമില്ല. എന്താന്ന്? വചനത്തിന് നിങ്ങളെ ബന്ധിക്കാം, നിങ്ങളുടെ ഷോപ്പ് ബന്ധിക്കാം, നിങ്ങളുടെ ഉപജീവന മാർഗം ബന്ധിക്കാം. പക്ഷെ വചനത്തിന് ബന്ധനമില്ല. വചനത്തിന് ബന്ധനമില്ല. നിങ്ങളുടെ അകത്ത് വചനമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ബന്ധനമില്ല. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ബന്ധനമില്ല. നിങ്ങളുടെ അകത്ത് അഭിഷേകമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ബന്ധനമില്ല. ഒന്ന് പറഞ്ഞേ, എന്തില്ല? ബന്ധനം ഇല്ല. ഈ നിങ്ങളെ ബന്ധിച്ച ആള് എന്തുവാ നോക്കിയിരിക്കുന്നേ? നിങ്ങൾ തകരുവോന്നാ. പക്ഷെ വചനത്തിന് ബന്ധനം ഇല്ലാത്തോണ്ട് നിങ്ങൾ തകരുന്നില്ല. കർത്താവിന്റെ വചനം അനുസരിക്കുന്ന എല്ലാവർക്കും മാറ്റമുണ്ട്. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന കുടുംബത്തിന് മാറ്റമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിനോ എന്തോ ഇല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബന്ധനം. നിങ്ങൾക്ക് ബന്ധനത്തെ പേടിയുണ്ടോ? ഇങ്ങനൊക്കെ കാണിക്കുമെങ്കിലും പേടിച്ചാ കാണിച്ചേ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. നിങ്ങൾക്ക് ശരിക്കും ബന്ധനത്തെ പേടിയുണ്ടോ? മന്ത്രവാദത്തെയോ? ചെല്ല് പറഞ്ഞ് അങ്ങനൊന്നും ഇല്ല വാസ്. ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഇല്ലയോ? ഉണ്ട്. പേടിയില്ല. ഇപ്പോൾ ഒരു ഭൂതോളകട്ടെ പേടിയുണ്ടോയെന്ന് അറിയാം. സ്വതന്ത്രം പറഞ്ഞു. ഇന്നിളകും എന്തുവായാലും കൈ ഉയർത്തി സ്വതന്ത്രം പറഞ്ഞേ. ദൈവം ഇന്ന് രാവിലെ വിടുവിച്ച് വിടാൻ പോവാ. ദൈവം ബന്ധനം അഴിക്കാൻ വന്ന ഒരുത്തനും കെട്ടാൻ പറ്റത്തില്ല. ഈ രാവിലെ സഭയൊന്ന് സ്തോത്രം ചെയ്തോ. ഈ രാവിലെ സഭയൊന്ന് സ്തോത്രം ചെയ്തോ. ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ദൈവത്തിന്റെ വചനത്തിന് എന്തോ ഇല്ല? പേടിയില്ലല്ലോ. എന്തില്ല? ബന്ധനമില്ല. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്നും ഉറച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത, ദൈവം ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകത്തില്ല. ഒരാമീൻ പറ. ദൈവം ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകത്തില്ല. ഉറപ്പുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞോ. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നവരുടെ മേലെ എന്തോ ആത്മാവാന്ന് എനിക്കറിയത്തില്ല. എന്താ പൗലോസ് പറഞ്ഞേ? ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്നും ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ ഇതൊക്കെയും സഹിക്കുന്നത് വെറുതെ സഹിക്കുന്നല്ല. എനിക്കൊരു ഉപനിധിയുണ്ട്. ആ ഉപനിധി അങ്ങ് സ്വർഗത്തിലാണ്. 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് മറ്റൊരു കാര്യം പറഞ്ഞു. ഈ 3 കാര്യം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ
ഈ വിഷയത്തിലേക്ക് വരാൻ തുടങ്ങാം. 7-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം തന്ന ആത്മാവിന്റെ പ്രത്യേകത പേടിയുടെ ആത്മാവല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ. പൗലോസ് പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ദൈവത്തിന്റെ വചനത്തിന് എന്തില്ല? ബന്ധനമില്ല. ദൈവത്തിന്റെ വചനത്തിൽ ബന്ധിക്കപ്പെട്ട ആളുകളുണ്ടോ? ഉണ്ട്. ഒരു ദിവസം ശിംശോനെ പുതിയ കയറുകൊണ്ട് ആളുകൾ കെട്ടി. എന്തുകൊണ്ട് കെട്ടി? അപ്പൊ ശിംശോൻ അവരോട് പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യണം, നിങ്ങൾ എന്നെ കൊല്ലരുത്, നിങ്ങൾ എന്നെ കൊല്ലരുത്. ഫെലിസ്ത്യരെ കൊന്നോട്ട് നിങ്ങൾ കൊല്ലരുത്. ഇവര് പ്ലാൻ ചെയ്തത്, കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ. ഇന്ന് രാവിലെ ഒരു ദൂത് പറയാം, നിന്നെയോ നിന്റെ തലമുറയോ തകർത്ത് കളയാൻ പ്ലാൻ ചെയ്ത ബന്ധനം ഇന്ന് രാവിലെ വചനത്തിന്റെ ശക്തിയാൽ നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ, നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, നീ അഭിഷേകത്തിൽ നന്ദി പറയുമ്പോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ അറുത്തു കളയാൻ പോയാ. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുന്നത്, നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി, നിന്റെ കുടുംബം മുന്നോട്ട് പോകാതിരിക്കേണ്ടതിന് നിനക്ക് വിരോധമായി വെല്ലുവിളിച്ചു കെട്ടിയ സകല കെട്ടുകളെയും വചനത്തിന്റെ ശക്തി കൊണ്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ട്, വചനത്തിന്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നേ, വചനം ഇന്ന് രാവിലെ കെട്ടടിക്കാൻ പോകയാ. വചനം ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിന്റെ ബന്ധനം അടിക്കാൻ പോകയാ. ഹല്ലേലൂയ. ഒരു കാര്യം ആത്മാവിൽ ഉറപ്പിച്ചോ, നീ എവിടെ തകരുമെന്ന് തോന്നിയോ അവിടെ നിനക്ക് വേണ്ടി ഒരു കുഴി പിളർക്കും. നീ എവിടെ ഉടയുമെന്ന് തോന്നിയോ അവിടെ ദൈവം നിനക്കൊരു ജയം തരും. ഇന്ന് രാവിലെ ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ ഒന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞു. നീ കൈയടിച്ചു തുടങ്ങുമ്പോൾ ഒരു വിജയം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇന്ന് രാവിലെ കൽപ്പിക്കുക. ഇന്ന് രാവിലെ ചില അന്ധകാരത്തിന്റെ റൂട്ടുകൾ ദൈവത്തിന്റെ ആത്മാവ് വെട്ടിക്കളയാൻ പോകുക. ചില ആഭിചാരത്തിന്റെ റൂട്ടുകൾ, ചില പൈശാചിക മണ്ഡലങ്ങളുടെ റൂട്ടുകൾ ദൈവത്തിന്റെ ആത്മാവ് രാവിലെ വെട്ടിക്കളയുക. ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ സമാധാനം തരാതെ കടും കെട്ടിയ കെട്ടുതയോ അഴിക്കാൻ പോവാ. നിന്റെ വീട്ടിൽ സമാധാനം തരാതെ നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കാതിരിക്കാൻ പിശാച് കെട്ടിവെച്ച സകല കെട്ടുകളും എന്റെ ദൈവം ഇന്ന് രാവിലെ അഴിച്ചു കളയാമോ? ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പറയാം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ബന്ധനം ഇല്ലാത്ത ദൈവം. നമ്മുടെ ദൈവത്തെ ഒരുത്തനും കെട്ടാൻ പറ്റത്തില്ല. ഉറപ്പുള്ളവരെ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ന്യായാധിപന്മാരുടെ പുസ്തകം 15:14 വായിച്ചോ. വന്ന് ആത്മാവ് വന്നാൽ കെട്ടിയത് പൊട്ടും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞില്ല. ഇന്ന് രാവിലെ ചില ബന്ധനങ്ങൾ ഇവിടെ അടിയാൻ പോവാ. ചില മന്ത്രവാദത്തിന്റെ കടുങ്കെട്ടുകൾ പൊട്ടിമാറാൻ പോവാ. ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി വ്യാപരിച്ചിറങ്ങുന്ന പകല. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ്, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുക. യഹോവയുടെ ആത്മാവ് ഇന്ന് രാവിലെ ചിലതിന്റെ മേൽ വ്യാപരിക്കുക. നിന്റെ കുടുംബ വിഷയത്തിനകത്ത്, നിന്റെ ജോലിയില്ലായ്മയ്ക്കകത്ത്, നിന്റെ പഠന വിഷയത്തിനകത്ത് യഹോവയുടെ ആത്മാവ്. ശിംശോനെ പിടിച്ചത് ലേഹി വെച്ചല്ല. ആണോ? അല്ല.
പിടിച്ചെടുത്ത് വെച്ച് എന്താ ആത്മാവ് വരാഞ്ഞേ? പറയാം. ശത്രുക്കളെല്ലാം അണിനിരന്നിട്ടില്ല. ഇപ്പോഴും എന്താ ദൈവം മിണ്ടാതിരിക്കുന്നേ? എല്ലാവരും വരാനാ. ഒരു സ്വോത്രം പറഞ്ഞേ. എല്ലാവരും വന്ന് അവനെ കണ്ടോണ്ട് എല്ലാവരും കൂടെ ഒന്ന് ആർത്തു. പുസ്തകം പറയുന്ന താഴെ നിന്ന ആളുകൾ ആർത്തപ്പം മേളിൽ നിന്നൊരു ശക്തി അവൻ്റെ മേൽ വന്നു. ആ ആത്മാവിൻ്റെ പേര് യഹോവയുടെ ആത്മാവ്. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അടുത്ത വാക്ക് വായിക്കുന്നത് ഇങ്ങനെയാ: അവനെ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി. അതെന്നാ പറ്റി? ആത്മാവ് വന്നപ്പോ തീ വന്നേ. ആത്മാവിന്റെ സ്വഭാവ, ആത്മാവിന്റെ സ്വഭാവം, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവമാണ് ചിലപ്പോൾ തീയായിട്ട് വെളിപ്പെടും. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ തലയിൽ ഇറങ്ങി തീ വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഷാൾ ഉയർത്തി നോക്കി തീ കത്തുവാന്നോന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതിനകത്തൊരു പരിശുദ്ധൻ്റെ പവർ വ്യാപരിക്കുന്നുണ്ട്, ഇതിനകത്തൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാ, ഇന്നത്തെ ആരാധന നിന്റെ മേൽ ഒരു ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. അസാധാരണമായ ഒരു ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഈ രാവിലെ വ്യാപരിച്ച പരിശുദ്ധന്റെ ശക്തിയുടെ കരം. എനിക്കൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ശിംശോൻ ഇസ്രായേൽ മക്കൾക്ക് വല്ല ദ്രോഹവും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ശിംശോനെ കെട്ടിയതാരാ? കൈയടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ശിംശോൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലരുത്, നിങ്ങൾ എന്നെ കൊല്ലരുത്. അവര് പറഞ്ഞു കൊല്ലത്തില്ല. അവരെന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാം? അവര് കൊല്ലത്തില്ല, പക്ഷെ ഫെലിസ്തീൻ കൊല്ലും. അതാർക്കറിയാം? അവർക്കറിയാം. പക്ഷേ കണക്ക് കൂട്ടൽ തെറ്റും. ശരിക്കൊരു ആമീൻ പറ. നിന്റെ ശത്രുവിൻ്റെ കണക്കൂട്ടിൽ തെറ്റാൻ പോവാ. നിനക്കെതിരെ പറയുന്നവന്റെ കണക്കൂട്ടൽ തെറ്റാൻ പോവാ. നിന്റെ കുടുംബത്തിനെതിരെ പറയുന്നവന്റെ കണക്കൂട്ടല് ഇന്ന് രാവിലെ തെറ്റിപ്പോകാൻ തുടങ്ങുക. ശത്രുവിന് ഉന്നം തെറ്റുന്ന പോലെ, ശത്രുവിന് ഉന്നം തെറ്റുന്ന പോലെ, ശത്രുവിന് ഉന്നം തെറ്റുന്ന പോലെ ഇന്ന് രാവിലെ നിനക്കെതിരെ ഒളിയമ്പയക്കുന്ന മറവിടങ്ങളിൽ ഉന്നം തെറ്റാൻ പോവുക, ലക്ഷ്യം തെറ്റാൻ പോവുക. നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കാന്. അന്യഭാഷ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഒന്ന് ശക്തിയോട് അന്യഭാഷ പറഞ്ഞു. ഞാനിത് വെളിപ്പാട് സംസാരിക്കുക, പരിശുദ്ധാത്മാവെ സംസാരിക്കുക. ഞാൻ വെളിപ്പാട് കാണുക. ചില ശത്രു നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധപുരകളുടെ ഉന്നങ്ങൾ ഇന്ന് രാവിലെ തട്ടിപ്പോയ നിനക്ക് വിരോധമായി നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കത്തില്ലെന്ന് ദൈവം പറയുക. ഞാൻ കാണുന്ന ഒരു വെളിപ്പാടിങ്ങനെ, നിന്റെ തലമുറ വഴിയാധാരമാകാൻ, നിന്റെ തലമുറ പഠിച്ചിട്ട് ഉന്നതയിലെത്താതിരിക്കാൻ നിനക്കെതിരെ കെട്ടിവെച്ച കെട്ട് ഇന്ന് രാവിലെ എന്റെ ദൈവം നിനക്ക് വേണ്ടി അഴിച്ചുവിടുന്ന ഒരു ശ്രേഷ്ഠതയുടെ പകല. നിനക്ക് വേണ്ടി അവന്റെ ശക്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാ. താഴെ ഭൂമിയിൽ നിന്ന് നിന്നെ ബന്ധിച്ച അന്ധകാരങ്ങൾക്ക് മുൻപിൽ ഇസ്രായേൽ മക്കൾ കെട്ടിയ കെട്ട് ഫെലിസ്ത്യന്റെ മണ്ണിലെത്തുമ്പോൾ യഹോവയുടെ ആത്മാവ് അടിച്ചു കളയുക. ആയുധമുള്ള, കരുതലുള്ള, പ്ലാൻഡായിട്ടുള്ള ഫിലിസ്ത്യൻ, ആയുധമുള്ള, കരുതലുള്ള, പ്ലാൻഡായിട്ടുള്ള ഫലിസ്ത്യൻ. പക്ഷെ അവൻ അറിയത്തില്ല ഉയരത്തിൽ നിന്നൊരാത്മാവ് അവന്റെ മേൽ വരുമെന്ന്. അവൻ അറിയത്തില്ല ഉയരത്തിൽ നിന്ന് ഒരാത്മാവ് ശിംശോന്റെ മേൽ വരുമെന്ന്. ഇന്നത്തെ രാവിലെ നിന്റെ മേൽ ഒരു ശക്തി വ്യാപരിക്കാൻ പോകുക. എങ്കിലും അത്യന്ത
ശക്തി നിന്റെ സ്വന്തമെന്നല്ല. ഇന്ന് രാവിലെ ആ ശക്തിയുടെ പ്രദർശനശാലയായി നീ മാറാൻ പോകുക. ആ ശക്തിയുടെ പ്രദർശനശാലയായി മാറാൻ പോകുക. ആ ശക്തിയുടെ പ്രദർശനശാലയായി ഇന്ന് രാവിലെ നീ മാറാൻ പോകുക. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞു സ്തോത്രം ചെയ്തേ. ഇതിനകത്ത് ആത്മാവുള്ളവർ മൗനമായിരിക്കണ്ട. ഇതിനകത്ത് പരിശുദ്ധാത്മാവുള്ളവർ മൗനമായിരിക്കണ്ട. ഇതിനകത്ത് പരിശുദ്ധാത്മാവുള്ളവർ മൗനമായിരിക്കണ്ട. എന്തിനാ ഇസ്രായേൽ മക്കൾ അവിടെ കാത്തു നിൽക്കുന്നത്? കാത്തു നിൽക്കുന്നതിന് പിൻപിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യമെന്നറിയോ? കുറച്ച് കഴിയുമ്പം ശിംശോൻ തകർന്ന് നശിച്ചു പോകുന്നേ കാണാൻ. ദൈവത്തിന്റെ വചനത്തിന് എന്നാ ഇല്ല? ബന്ധനം ഇല്ല. അപ്പൊ ഇവിടെ ശിംശോനെ കൊണ്ടുവന്ന് പുതിയ കയർ കൊണ്ട് കെട്ടി. എന്നാ? പുതിയ കയർ കൊണ്ട് കെട്ടി. എന്നെ കേട്ടെ, ദൈവത്തിന്റെ വചനത്തിന് എന്നാ ഇല്ല? ബന്ധനമില്ല. ശിംശോൻ ലേഹിയിലെത്തിയപ്പോ അവിടെ തീ, ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. തീയിൽ തൊട്ട ചണനൂൽ പോലെ അവനെ കെട്ടിയിരുന്ന കയർ അഴിഞ്ഞു മാറി. വന്ന ആളുകൾക്ക് മനസ്സിലായി ഇവൻ ആയുധമില്ലെങ്കിലും ആത്മാവുണ്ട്. എൻ്റെ ചോദ്യം, നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും ആത്മാവ് വേണം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഒന്നും കൈമുതലായില്ലെങ്കിലും പ്രാർത്ഥന നിങ്ങൾക്ക് വേണം. 3, ഒന്നും കൈമുതലായിട്ടില്ലെങ്കിലും നിങ്ങളുടെ മേൽ അഭിഷേകം ഉണ്ടാകണം. 4, കുറ്റം പറയാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. 5, ദൈവത്തോട് ശുദ്ധ മനസാക്ഷി ഉണ്ടാകണം. ഈ 5 കാര്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഒന്നിൻ്റെ മുൻപിൽ തോൽക്കാൻ എൻ്റെ ദൈവം നിങ്ങളെ അനുവദിക്കത്തില്ല. ഒന്നിൻ്റെ മുമ്പിൽ പരാജയപ്പെടാൻ, ഒന്നിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ, ഒന്നിൻ്റെ മുമ്പിൽ അവസാനിച്ചു പോകാൻ എൻ്റെ ദൈവം നിങ്ങളെ അനുവദിക്കത്തില്ല. ഈ താഴോട്ടുള്ള 1-2 വാക്യമൊന്നും വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. ശിംശോന്റെ കയ്യിൽ ആയുധമില്ല. പ്രിൻസേ 15-ാമത്തെ വാക്യം. ഈ പച്ച താടിയലെന്ന് എഴുതി വെച്ചേക്കുന്ന എന്തിനാണെന്നറിയോ? പച്ച താടിയല് പിടിച്ചാൽ കൈ നിൽക്കുവോ? ഇല്ല, വഴുവഴുപ്പ. പക്ഷെ അഭിഷേകം ഉള്ളവന് അത് വിഷയമല്ല. രാമയും പറഞ്ഞോ, നിന്റെ വീട്ടിൽ നന്മ വന്നിട്ട് വഴുവഴുത്തു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആ അഭിഷേകത്തിൽ കയറി പിടിക്കാൻ പോവാ. ഒരു നല്ല ആമയും പറഞ്ഞു, അഭിഷേകത്തിൽ കയറി പിടിക്കാൻ പോവാ. നിന്റെ വീട്ടിൽ സമാധാനം വന്നിട്ട് വഴുവഴുത്തു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് അഭിഷേകത്തിൽ കയറി പിടിക്കാൻ പോകുക. ആത്മാവിൽ കയറി പിടിക്കാൻ പോകുക. ഒന്ന് ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞു. നിന്റെ കുടുംബത്തിനകത്ത് നന്മ പ്രാപിക്കാതിരിക്കാൻ, നിന്റെ വീട് നന്നാകാതിരിക്കാൻ. ഇവിടുന്ന് റാന്നിന്ന് ഒരപ്പച്ചൻ വന്നായിരുന്നു. അപ്പച്ചൻ്റെ കയറി കണ്ടായിരുന്നു. അപ്പച്ചൻ്റെ മോന് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജായിട്ട് RCC ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭാര്യയെ വിളിക്കണം അടിയന്തരമായിട്ട്. അപ്പച്ചനോടും അമ്മച്ചിയോടും കൂടെ പറഞ്ഞു, മോന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തോണം, എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകത്ത് മോൻ മരിച്ചു. അങ്ങനെ ഒരു ഞായറാഴ്ച ഇവിടെ ഏറ്റവും പുറകെ കൊണ്ടു നിർത്തിയേ ഒരു വയ്യാത്ത മോനെ ഇപ്പം പറമ്പിൽ ഓടി നടക്കുന്നുണ്ട്. നിന്റെ ഡേറ്റ് തീരുമാനിക്കുന്ന ഡോക്ടറല്ല, നിനക്കെതിരെ നിൽക്കുന്ന അമ്മാമയോ അച്ഛനോ അല്ല, എൻ്റെ ദൈവമാണ് നിനക്ക് വേണ്ടിയുള്ള ഡേറ്റ് തീരുമാനിക്കുന്നത്. എൻ്റെ പേര് ആഷ്മി. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായി IELTS ട്രൈ ചെയ്യുമായിരുന്നു. 5 പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നേ. അപ്പം ബിനു പാസ്റ്റർ പറഞ്ഞു ഒരു ദിവസം ഉപവസിച്ചിട്ട് ഒരു ഡേറ്റ് എടുത്തോളാൻ. അങ്ങനെ ഞാൻ ഒരു ദിവസം മുഴുവൻ ഉപവസിച്ചിട്ട് ഒരു ഡേറ്റ് എടുത്തു. അങ്ങനെ സെപ്റ്റംബർ 15-ന് എക്സാം എഴുതി. ഭയങ്കര പാടായിരുന്നു. ഞാൻ തോറ്റും തന്നെ വിചാരിച്ചേ. അടുത്ത ഡേറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പം വളരെ നല്ല സ്കോർ, ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഇരട്ടി സ്കോർ ദൈവം തന്നെ അനുഗ്രഹിച്ചു. IELTSന്റെ എക്സാം 5 പ്രാവശ്യം ഈ പെൺകുട്ടി എഴുതി തോറ്റുപോയി. 6ാമത്തെ പ്രാവശ്യം എഴുതുന്ന സമയത്താണ് ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഡേറ്റ് എടുക്കുക, നീ പാസ്സാവും.
അവൾ വലിയ കോൺഫിഡൻറ്റോടുകൂടെ പോയി എക്സാം എഴുതിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു, റിസൾട്ട് വന്നപ്പം നല്ല സ്കോറിൽ പാസ്സായി. അത് ചെയ്ത ആളിൻ്റെ പേര് യേശുന. ഈ TV പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് യേശു ഈ സമയത്ത് കടന്നു വന്നിട്ടുണ്ട്. രോഗികളായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. വീട് ജപ്തി ചെയ്യാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിരവധി കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുക. തലമുറയെക്കുറിച്ച് സങ്കടപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്യാൻ തുടങ്ങുക. ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ഏത് ജാതിയുമാകാം, ഏത് മതവുമാകാം, ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുമാകാം, ഒരു പക്ഷേ വിശ്വസിക്കാത്ത ആളുമാകാം. ഒരു നിമിഷം പരീക്ഷണാർത്ഥം ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ കാണുന്നുണ്ട് ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ ഇപ്പോൾ മാറിപ്പോകുക. യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഓരോ വ്യക്തികളുടെ മേൽ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാ. കണ്ണുകൾ അടച്ചാട്ടെ. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ TV പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളായി ഭാരപ്പെട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. സൗഖ്യമാകട്ടെ കർത്താവേ. ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിവിയറായ തലവേദന വരുന്ന നിരവധി വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ക്യാൻസറുകൾ, വിവിധ നിലയിലുള്ള ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിൻ്റെ അടിപ്പിണര് കൊണ്ടുള്ള സൗഖ്യം ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെട്ട് വരികയാണ്. പഠിക്കാൻ ജ്ഞാനമില്ലാത്ത കുഞ്ഞുങ്ങളുടെ മേൽ അസാധാരണമായി ജ്ഞാനം ദൈവം കൽപ്പിക്കണം. കടഭാരം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. കുടുംബ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാത്തിലും കർത്താവിൽ സന്തോഷിപ്പാൻ ഓരോ മക്കളെയും ദൈവം ഇടയാക്കും. പ്രാർത്ഥന കടത്തിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ഇതേ ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ സർവശക്തനായ ദൈവം നിങ്ങളെ കാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468 222 0207 എന്ന നമ്പറിലോ 9446 115091 എന്ന നമ്പറിലോ 9188123274 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207 9447860207. Our website www.elahimgwz.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446 115091 9526 190 198.